നീറ്റ് UG 2025 അപേക്ഷകൾ അയക്കേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെട്ട വീഡിയോ കണ്ടു കാണുമല്ലോ. കാണാത്തവർക്കായി ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. ഇനിയും നീറ്റുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളുടെ അപ്ഡേഷൻസ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. NMC അഥവാ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തയ്യാറാക്കിയ സിലബസിന് പ്രകാരമാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. സിലബസ് പ്രോസ്പെക്ടസിലുണ്ട്, അല്ലെങ്കിൽ NMCയുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇനി എക്സാമിനേഷൻ പാറ്റേൺ ശ്രദ്ധിക്കുക. പരീക്ഷയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഥവാ ബോട്ടണി ആൻഡ് സുവോളജി. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉള്ളത്. 4 ചോയ്സ് ഓപ്ഷൻസ് കാണും. അതിൽ ശരിയായ ഒരു ഉത്തരം അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു ശരിയായ ഉത്തരത്തിന് 4 മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയും, അഥവാ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഉത്തരം ഒന്നും നൽകിയില്ലെങ്കിൽ മാർക്ക് ഇല്ല എന്ന് മാത്രം. ചോദ്യപേപ്പറിൽ മൊത്തം 180 ചോദ്യങ്ങളാണ് ഉള്ളത്. 45 ഫിസിക്സ് ചോദ്യങ്ങൾ, 45 കെമിസ്ട്രി ചോദ്യങ്ങൾ, ബോട്ടണിയും സുവോളയുടെ ചേർന്ന് 90 ബയോളജി ചോദ്യങ്ങൾ. അഥവാ 45 ഫിസിക്സ് ചോദ്യങ്ങൾക്ക് 4 മാർക്ക് വീതം 180 മാർക്ക്, കെമിസ്ട്രിയും അതുപോലെ 45 ഗുണം 4 180 മാർക്ക്, ബയോളജി 90 ചോദ്യങ്ങൾ 4 മാർക്ക് വീതം 360 മാർക്ക്, മൊത്തം 720 മാർക്ക്. മൊത്തം 180 ചോദ്യങ്ങൾ മാത്രമേ കാണൂ. ചോയ്സ് ഇല്ല, അതായത് ചോദ്യങ്ങളെല്ലാം കമ്പൽസറിയാണ്. 180 ചോദ്യങ്ങൾക്കായി മൊത്തം 3 മണിക്കൂർ സമയമാണ് നൽകുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണല്ലോ സമയം. പരീക്ഷയ്ക്ക് ശേഷമുള്ള ഇവാലുവേഷനിൽ ചോദ്യങ്ങൾ ഏതെങ്കിലും തെറ്റായി കണ്ടുപിടിക്കപ്പെട്ടാൽ എല്ലാവർക്കും 4 മാർക്ക് വീതം ലഭിക്കും. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ആ 4 മാർക്ക് ലഭിക്കും. മലയാളം ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകളിലൊക്കെ ചോദ്യപേപ്പർ അവകാശപ്പെടാൻ അപേക്ഷ നൽകുമ്പോൾ അവസരമുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷ മാത്രമേ ഓപ്റ്റ് ചെയ്യാവൂ. കാരണം കുട്ടികൾ പഠിച്ചിരിക്കുന്ന മീഡിയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് ടെക്നിക്കൽ ടേംസ് മലയാളത്തിൽ വന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. നീറ്റ് പരീക്ഷയിലൂടെ ലഭിക്കുന്ന മാർക്കിലൂടെ തന്നെയാണ് ആൾ ഇന്ത്യ കോട്ടയും സംസ്ഥാന കോട്ടയിലെയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. സംസ്ഥാനത്തിനായി മെഡിക്കൽ സീറ്റിന് പ്രത്യേക പരീക്ഷയില്ല. നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഡ്രസ് കോഡിൽ മാത്രമേ എക്സാം സെൻറ്ററിൽ പ്രവേശിക്കാൻ സാധിക്കൂ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച അഡ്മിറ്റ് കാർഡ്, അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ മറ്റൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒറിജിനൽ ID പ്രൂഫ്, അത് നമ്മൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്നത് തന്നെ കൊണ്ടുവരണം. ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്ന പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയിരിക്കണം. അഡ്മിറ്റ് കാർഡിനോട് ഒപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊഫൈലിൽ അത് ഒട്ടിച്ച് അതുകൂടെ കൊണ്ടുവരണം. ഇത്രയൊക്കെ സാധനങ്ങൾ മാത്രമേ എക്സാം സെൻറ്ററിൽ അനുവദിക്കൂ. ഇനി സമയക്രമങ്ങൾ പരിശോധിക്കാം. 2 മുതൽ 5 വരെയാണ് പരീക്ഷാ സമയം. 1:30 വരെ മാത്രമേ എക്സാം സെൻറ്ററിൽ പ്രവേശനമുള്ളൂ. 1:15 മുതൽ ക്ലാസ് റൂമിൽ പ്രവേശിക്കാം. 1:30 മുതൽ 1:45 വരെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. അഡ്മിറ്റ് കാർഡ് പരിശോധിക്കുകയും ചെയ്യും. 1:45 ചോദ്യപേപ്പർ നൽകും, അഥവാ ടെസ്റ്റ് ബുക്ക്ലെറ്റ് നൽകും. 1:50 മുതൽ ടെസ്റ്റ് ബുക്ക്ലെറ്റിൽ ആവശ്യമായ കാര്യങ്ങൾ പൂരിപ്പിക്കുക. 2 മണി മുതൽ പരീക്ഷ ആരംഭിക്കും. 5 മണിക്ക് പരീക്ഷ അവസാനിക്കും. അതുപോലെ തന്നെ ഇൻവിജിലേറ്റേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അറ്റൻഡൻസ് ഷീറ്റിൽ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ നൽകേണ്ടതാണ്. പരീക്ഷ തുടങ്ങുമ്പോഴും
അതുപോലെ ഓരോ അരമണിക്കൂർ ഇടവേളകളിലും ബെൽ വാർണിംഗ് ഉണ്ടാകും. അത് ശ്രദ്ധിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് പരീക്ഷ എഴുതുക. പ്രോബ്ലംസ് ഏറെയുള്ള ഫിസിക്സിന് അധിക സമയം കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും നീറ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.